വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 17ാമത്തെ എപ്പിസോഡും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോക്കിയുടെ പുറത്തു പോകലിന് ശേഷം ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നതാണ് പുതിയ എപ്പിസോഡിൽ പ്രേക്ഷകർ കാത്തിരുന്നത്. ഒരേ ടീമിലായ ജാസ്മിനും ശ്രീരേഖയും തമ്മിലുള്ള വാക്പോരാണ് ബിഗ് ബോസ് വീട്ടിലെ പുതിയ വിശേഷം. നിലവിൽ ടണൽ ടീമിൽ ഒന്നിച്ചുള്ളവരാണ് ശ്രീരേഖയും ജാസ്മിനും. കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിലായിരുന്ന ശ്രീരേഖയെ വിളിച്ചുണർത്തി ജാസ്മിൻ മാറിക്കിടക്കാമോ എന്ന് ചോദിച്ചുവെന്നാണ് തർക്കത്തിലേക്ക് വന്ന വിഷയം. അങ്ങനെ ജാസ്മിനും ഗബ്രിയും തന്റെ ഉറക്കം തടസ്സപ്പെടുത്തിയെന്ന ആരോപണവുമായി ശ്രീരേഖ പവർ ടീമിനെ സമീപിക്കുന്നു. ശ്രീരേഖയെ വിളിച്ചുണർത്തി മാറിക്കിടക്കാമോ എന്ന് ജാസ്മിൻ ചോദിച്ചിരുന്നു. ഇത് ശ്രീരേഖയ്ക്ക് ഇഷ്ടമായില്ല. പരാതി ഉന്നയിക്കപ്പെട്ടപ്പോൾ ആദ്യം ജാസ്മിൻ മാപ്പ് പറഞ്ഞു. യമുനയുടെ അടക്കം കൂർക്കംവലി ശല്യമായപ്പോഴാണ് ഇത് ചെയ്തതെന്നാണ് ജാസ്മിന്റെ വിശദീകരണം. എന്നാൽ സോറിയുടെ കാര്യം ഒന്നുമില്ലെന്നും തെറ്റ് മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നുമാണ് ശ്രീരേഖ പറഞ്ഞത്. തുടർന്ന് രണ്ടുപേരും തമ്മിലുള്ള സംസാരം വഷളാവുകയായിരുന്നു. ഗബ്രിക്കും ജാസ്മിനും അടുത്തടുത്ത് കിടക്കാൻ വേണ്ടിയാണ് തന്നെ വിളിച്ചുണർത്തിയത് എന്നും ശ്രീരേഖ ആരോപിച്ചു. വല്ലാത്ത ചിലപ്പാണിതെന്ന് ജാസ്മിൻ പറഞ്ഞു. ഇത്താത്തയും ഇക്കാക്കയും കളിക്കാൻ വന്നിരിക്കുന്നു എന്നായി ശ്രീരേഖയുടെ പിന്നീടുള്ള പരാമർശം. ഇതിനിടെ യമുനയും ജാസ്മിനോടും ഗബ്രിയോടുമുള്ള എതിർപ്പ് അറിയിച്ചു. എനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് ബീപ്പ് തുടങ്ങിയത്. ഞാൻ ഗുളികയും കഴിച്ച് കിടക്കുമ്പോൾ ഇവർ അവിടെ വന്ന് സംസാരിക്കും. നിങ്ങൾ പോയി ഉറങ്ങുന്ന പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പ്രശ്നമല്ല, കൂർക്കം വലിച്ചതാണ് പ്രശ്നം. കൂർക്കം വലി കേൾക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ ഇരിക്കണമെന്ന് യമുന തുറന്നടിച്ചു. ഇതിന് ജാസ്മിൻ മറുപടി നൽകി. കൂർക്കം വലിയും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കാൻ തന്നെയാണ് വന്നത്. സ്വന്തം ടീമല്ലേ എന്ന് കരുതി ചോദിച്ചതാണ് എന്നുമാണ് ജാസ്മിൻ പറയുന്നത്. എന്തായാലും ശ്രീരേഖയും ജാസ്മിനും തമ്മിലുള്ള വാക്പോര് പുതിയ സംഭവ വികാസങ്ങളുടെ തുടക്കമാവുകയാണ് ബിഗ് ബോസ് വീട്ടിൽ. ഇതിനിടെ അപ്പുറത്ത് ജിൻഡോയും നോറയും തമ്മിലും ഒരു ചെറിയ വാക്ക് തർക്കമുണ്ടായി. യമുനയ്ക്ക് പണിഷ്മെന്റ് നൽകണമെന്ന് നോറ തുടരെ ആവശ്യപ്പെട്ടുവെന്ന് പവർ ടീമായ ജിൻഡോ യമുനയോട് പറയുന്നു. യമുന ഇക്കാര്യം നോറയോട് ചോദിച്ചു. നോറ ഈ ആരോപണം നിഷേധിക്കുകയും ചെയ്തു. ജിൻഡോ പറഞ്ഞത് കള്ളമാണെന്നും പവർ ടീമിന്റെ പവർ എല്ലാവരോടും കാണിക്കണമെന്നുമാണ് താൻ പറഞ്ഞതെന്നും നോറ വാദിച്ചു. എന്നാൽ യമുനയ്ക്ക് ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് നോറ ആവശ്യപ്പെട്ടതെന്ന് ജിൻഡോ ആവർത്തിച്ചു. ഒരു ഘട്ടത്തിൽ ഇത് ജിൻഡോയും നോറയും തമ്മിലുള്ള വഴക്കിലേക്ക് എത്തി. നിങ്ങളെന്താ മൊയന്താണോ എന്ന് നോറ ചോദിച്ചു. ഇത് വീണ്ടും ജിൻഡോയെ പ്രകോപിപ്പിച്ചു. അങ്ങനെ ഇരുവരും ചെറുതായി ഒന്ന് ഉരസുകയും ചെയ്തു. അതേസമയം ബിഗ് ബോസ് വീട്ടിലെ നിലവിലെ ക്യാപ്റ്റൻ അൻസിബയാണ്. സിജോ സർജറിക്കായി പുറത്തേക്ക് പോയ സാഹചര്യത്തിലാണ് അൻസിബ താൽക്കാലിക ക്യാപ്റ്റനായത്. സിജോ, അൻസിബ, റോക്കി എന്നിവരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചവർ. ഇതിൽ സിജോയായിരുന്നു വിജയിച്ചത്. സിജോയും റോക്കിയും ഷോയിൽ ഇല്ലാത്ത സാഹചര്യത്തിലാണ് അൻസിബയിലേക്ക് താൽക്കാലികമായി ക്യാപ്റ്റൻ സ്ഥാനം എത്തിയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.